സുഹൃത്തുക്കളെ, ഇതൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആഡാണ്. ഇത് ആക്ച്വലി ഞാൻ മെൻറ്ററായിട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെ സി ക്ലാസ് കോൺട്രാക്ടർ ആവാൻ വേണ്ടിയുള്ള ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു റിഫ്രഷർ ക്ലാസ് പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ് ഇപ്പോൾ ഇത് കാണിച്ചേക്കുന്നത്, ടൈറ്റസ് എന്ന് പറഞ്ഞവൻ. ഈ അടുത്ത് ഇടയ്ക്കാണ് പുള്ളി വന്നത്. പുള്ളിയുടെ എക്സാം ഉടനെയാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ഇൻ്റർവ്യൂ ഉടനെയാണ് പുള്ളി ഒന്ന് റിഫ്രഷ് ചെയ്യണം എന്ന് പറഞ്ഞ രീതി വന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. സമയക്കുറവ് മൂലം കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടായിരുന്നു. അത് പഠിപ്പിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല. 5-6 ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ മാക്സിമം നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് പല ഇലക്ട്രീഷ്യൻ സുഹൃത്തുക്കളും ഒരുപക്ഷെ വർക്കുകൾ ധാരാളം ചെയ്യുന്നുണ്ടാവും. എന്നാൽ നമ്മൾക്ക് ഇതിൻ്റെ പേപ്പർ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, മെഗറിങ്, പോളാരിറ്റി ടെസ്റ്റ്, അങ്ങനെയുള്ള സിമ്പിൾ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. അതിൻ്റെ ബേസിക്സാണ് മിക്കവാറും ആ ഇൻ്റർവ്യൂകളിൽ ചോദിക്കുക ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് അതിന് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. എന്നാൽ നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യാതെ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒരുപക്ഷെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിക്കാം. സോ ബേസിക്സ് വളരെ ക്ലിയർ ആയിരിക്കണം. അതിൻ്റെ കൺസെപ്റ്റ് ELCB മുതലുള്ള എർത്തിങ്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്ടുകൾ വളരെ ക്ലിയർ ആയിരിക്കണം. പിന്നെ അതുകൂടാതെ ഫുൾ ഫോമുകൾ ചിലപ്പോൾ അവർ പല കേസ് സ്റ്റഡീസായിട്ടൊക്കെ തരും. ചിലപ്പോൾ ഒരു വാർത്ത എടുത്തിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം കത്തിപ്പോയി, അപ്പോൾ അതിൻ്റെ ഷോർട്ട് സർക്യൂട്ടിൻ്റെ റീസണാണോ, എന്തായിരിക്കും അതിൽ സംഭവിച്ചത്, അങ്ങനെയുള്ള ചില കേസ് സ്റ്റഡീസൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ നോമിനലായിട്ടുള്ളൊരു ഫീസാണ് ഇവിടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ നോക്കിയിട്ട് എടുക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടിയായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാനവിടെ മെൻറ്ററായിട്ട് പോകുന്നതാണ്. നമുക്കിത് പല എഞ്ചിനീയേഴ്സ്, ITI കഴിഞ്ഞവർ, ITI കഴിയാത്തവർ, പല പിള്ളേരെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, പല ഫീൽഡിലെ സ്റ്റുഡൻസ് അവിടെ പഠിച്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഒരു കണ്ടൻറ്റാണ്, ഒരു കുറഞ്ഞ പൈസയ്ക്ക് നല്ലൊരു കണ്ടൻറ്റ് ഡെലിവർ ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഞാനവിടെ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് അവർ ഓൾറെഡി കണ്ടൻറ്റ് ഇതിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതിൽ നമ്മുടെ പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്തതിൻ്റെ ആ നോളേജുകളും ഇതൊക്കെ ഞാനും ഇതിൽ ആഡ് ഓൺ ചെയ്യുന്നു. ഇപ്പോൾ എഞ്ചിനീയേഴ്സിനാണെങ്കിലും അവർക്കൊക്കെ ഞാൻ വർക്ക് ചെയ്ത പല പ്രോജക്ട്സും ഞാൻ കേസ് സ്റ്റഡി ആയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ ഇവിടെയുള്ള വാട്ടർ മെട്രോ പോലത്തെയൊക്കെ പല പ്രോജക്ട്സുകളിലും ഇൻവോൾവ് ആകാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടുത്തെ കണ്ടൻറ്റും കാര്യങ്ങളെല്ലാം ജനറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിൽ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു.